എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ സയൻസിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിയും. പ്രകൃതിയിൽ ഹരിതസസ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഹരിതസസ്യങ്ങൾ? പച്ച നിറത്തിലുള്ള സസ്യങ്ങളെയാണ് ഹരിതസസ്യങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ സാധിക്കുക. ചുറ്റുപാടിൽ നിന്നുള്ള അജീവ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ് അജീവ ഘടകങ്ങൾ? ജീവനില്ലാത്തവയാണല്ലേ. എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, ജലം, വായു, ലവണങ്ങൾ, ഇവയൊക്കെ അജീവ ഘടകങ്ങളാണ്. എന്നാൽ ചില സസ്യങ്ങൾ ആഹാരത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇനി പാഠഭാഗത്തേക്ക് നോക്കുമ്പോൾ ആദ്യം നമുക്കൊരു ചിത്രം കാണാം. ഈ ഒരു ചിത്രത്തിലൊരു പക്ഷിയുണ്ടല്ലേ. ഏതാണ് ആ പക്ഷി? പൊന്മാൻ. പൊന്മാൻ്റെ പ്രധാന ഭക്ഷണം എന്താണ്? മീനുകളാണ് അല്ലേ. നമുക്കറിയാം, മത്സ്യങ്ങളാണ് അവയുടെ പ്രധാന ഭക്ഷണം. എവിടെയാണ് ഈ പൊന്മാൻ താമസിക്കുന്നത്? പൊന്മാൻ താമസിക്കുന്നത് ജലാശയങ്ങൾക്ക് സമീപമുള്ള മാളങ്ങളിലാണ്. എന്തിനാണ് അവർ ഈ മാളങ്ങളിൽ പോയി താമസിക്കുന്നത്? എന്താണ് അവരുടെ ഭക്ഷണം എന്ന് നമ്മൾ പറഞ്ഞു? മത്സ്യങ്ങൾ, മീനുകളാണ്. അപ്പോൾ ഈ മീനെ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജലാശയത്തിന് സമീപത്തുള്ള മാളങ്ങളിൽ താമസിക്കുന്നത്. ഇതുപോലെ പലതരത്തിലുള്ള ജീവികളെ നമുക്ക് ചുറ്റുമുള്ള പരിസരത്ത് കാണാം. പലതരം ആഹാരങ്ങൾ കഴിക്കുന്നവരും പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്നവരുമായി കുറേ ജീവികളെ നമ്മൾ കാണാറുണ്ടല്ലേ. ഏതൊക്കെ ജീവികളെയാണ് നമ്മൾ കാണാറ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആട്, പശു, നായ്, പൂച്ച, അണ്ണാൻ, മുയൽ, ഇങ്ങനെ കുറേ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ, അതായത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണ്? അവരെന്തൊക്കെയാണ് കഴിക്കുക? ആദ്യം നമുക്ക് ആടിൻ്റെ കാര്യം നോക്കാം. ആടെന്തൊക്കെയാണ് കഴിക്കുക? ഇല, ധാന്യങ്ങൾ, പഴങ്ങൾ എന്നിങ്ങനെ അല്ലേ. ഇതുപോലെ സസ്യാഹാരം മാത്രം കഴിക്കുന്ന കുറച്ച് ജീവികളുടെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? മാൻ, മുയൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എഴുതാലോ. പശു അല്ലേ, അതുപോലെ ജിറാഫ്, ആന, ഇവരൊക്കെ സസ്യാഹാരം കഴിക്കുന്നവരാണ്. മാനും മുയലൊക്കെ എന്താ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്? സസ്യങ്ങൾ, ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇവയൊക്കെ കഴിക്കും. പശു ആണെങ്കിലോ പുല്ല്, ഇല, ധാന്യങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണം. ഈ ഒരു ചിത്രം നോക്കിയേ. ഒരു പാടം അല്ലെങ്കിൽ വയലാണ് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ ജീവികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ആ ജീവികൾ എങ്ങനെയൊക്കെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ കാണുന്ന ജീവികൾ നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം അല്ലേ. തവളയുണ്ട്, പുൽച്ചാടി, ഞണ്ട്, ആമ, കൊക്ക്, ഒച്ച്, കാക്ക, തുമ്പി, മീൻ, പിന്നെ ചെറിയൊരു പാമ്പിനെയും കാണാം അല്ലേ. വെള്ളത്തിൽ ജീവിക്കുന്ന ഈ പാമ്പിൻ്റെ പേരെന്താ? നീർക്കോലി. പിന്നെന്ത് കാണാം? കുറേ സസ്യങ്ങൾ അല്ലെങ്കിൽ പുല്ല് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ചെറുമീനുകൾ, പുൽച്ചാടി, ആമ, ഇവയൊക്കെ ചെറിയ സസ്യങ്ങളെ ആഹാരമാക്കുന്നവരാണ്. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? തവള, ഞണ്ട്, കൊക്ക്, കാക്ക, നീർക്കോലി, ഇവരൊക്കെ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നവയാണ്. ഇതുപോലുള്ള ചെറിയ ജീവികളും അവ ആഹാരമാക്കുന്ന വലിയ ജീവികളും ചേർന്നുള്ള ഒരു ചിത്രീകരണമാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. സസ്യങ്ങളെ ആഹാരമാക്കുന്നവരാണ് ചെറുമീൻ. പിന്നെ അവിടെ ഫില്ല് ചെയ്യണം. അവിടെ നമുക്ക് പുൽച്ചാടി എന്ന് കൊടുക്കാം. പുഴു. ഓക്കെ. ചെറുമീനെയും പുൽച്ചാടിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് വലിയ മീൻ, തവള. വലിയ മീനിനെയും തവളയും തിന്നുന്ന ഒരാളുണ്ട്, കൊക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൽ താഴെ പുഴു എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. ഈ പുഴുവിനെ തിന്നുന്നത് ആരാണ്? തവള. ഓക്കെ. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. സസ്യങ്ങളെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളും ഉണ്ട്. ഏതൊക്കെയാണ് സസ്യങ്ങളെ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മാൻ, മുയൽ, പുൽച്ചാടി, ഇവരൊക്കെയാണ്. മാനിനെ ആഹാരമാക്കുന്ന ഒരു ജീവി ഏതാണ്? കടുവ. മുയലിനെ ആണെങ്കിലോ കുറുക്കൻ, പുൽച്ചാടിയെ തവള. ഓക്കെ. ഇവരൊക്കെ ആഹാരമാക്കുന്നവരാണ്. ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണത്? ആഹാരത്തിന് വേണ്ടി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം, അതായത് ഫുഡ് വെബ്. ഇതിനുള്ള എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് കണ്ടോ. സസ്യം, മുയൽ. സസ്യം തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയാണ് മുയൽ. മുയലിനെ കഴിക്കുന്ന ആളാണ് കുറുക്കൻ. കുറുക്കനെ കഴിക്കുന്ന ആളാണ് പുലി. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ തനിയെ എഴുതി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആൻസേഴ്സ് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ.
ഇനി കരയിൽ മാത്രമല്ല, കടലിലും ഇങ്ങനെയുള്ള ആഹാര ശൃംഖലാജാലം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. സ്രാവ്, ഷാർക്ക്, അവയുടെ ആഹാരം എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണവ എന്നൊരു ആഹാരം കണ്ടു. എന്താണ് ഈ കണവ? കണവ എന്ന് പറയുന്നത് ഒരു തരം കടൽ മത്സ്യമാണ്. അത് നമുക്ക് കറി വെച്ചൊക്കെ കഴിക്കാൻ സാധിക്കുന്ന ഒരു മത്സ്യം തന്നെയാണ്. ഈ കണവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് തൻ്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കറുത്ത മഷി വെള്ളത്തിൽ കലക്കി അവർ രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ കടലിലെ മഷിക്കുപ്പി എന്നാണ് കണവയെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മത്തിയുടെ ആഹാരം എന്തൊക്കെയാണ്? ചെറുമീനുകൾ, പ്ലവകങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കാത്തൊരു പേര് വന്നിട്ടുണ്ടല്ലേ, പ്ലവകങ്ങൾ. എന്താണ് പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ആഹാരം സ്വന്തമായി നിർമ്മിക്കുന്ന ഉൽപ്പാദകരാണ് ഇവ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. കടലാമ. അവ എന്തൊക്കെയാണ് കഴിക്കുന്നത്? സസ്യഭാഗങ്ങൾ, മീനുകൾ ഇവയൊക്കെ കഴിക്കും. ഇനി ചെറുമീനുകൾ, അവയുടെ ആഹാരം എന്താണ്? പ്ലവകങ്ങൾ. ഇനി ഈ ഒരു ചിത്രം നോക്കൂ. ഒരു കുളവും അതിനോടനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥയും കാണാം. കുളത്തിൽ ധാരാളം മീനുകൾ ഉണ്ടാവും അല്ലേ? മത്സ്യങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്താ വേണ്ടത്? ആദ്യം നമുക്ക് എന്തായാലും മീനുകളായതുകൊണ്ട് ജലം വേണം. പിന്നെ ആഹാരത്തിനായിട്ട് ജലസസ്യങ്ങൾ വേണം. ഈ സസ്യങ്ങൾക്ക് അവിടെ ജീവിക്കണമെങ്കിലോ സൂര്യപ്രകാശം വേണം. പിന്നെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ജലത്തിലെ വായു വേണം. വലിയ മീനുകൾക്ക് ഭക്ഷിക്കാൻ ചെറു മത്സ്യങ്ങൾ വേണം. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളിൽ ജീവനുള്ളവയും ഇല്ലാത്തവയും ഒക്കെ ഉണ്ടല്ലേ? അപ്പം നമുക്ക് 2 രീതിയിൽ അവയെ തരംതിരിക്കാം. ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ഏതൊക്കെയാണ് ജീവനുള്ള ഘടകങ്ങൾ? തവള, ജലസസ്യങ്ങൾ, മത്സ്യം, ഞണ്ട്, ആമ, ജലപ്രാണികൾ, ഇതൊക്കെ ജീവനുള്ളവയാണ്. ഇനി ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ജലം, സൂര്യപ്രകാശം, വായു, അതായത് അതിലുള്ള ഓക്സിജൻ, ലവണങ്ങൾ, മണ്ണ്, ഇതൊക്കെ ജീവനില്ലാത്ത ഘടകങ്ങളാണ്. അടുത്തതായിട്ട് എന്താണ് ആവാസം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നിരവധി ജീവികൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഉദാഹരണം കുളങ്ങൾ, വയൽ, പൂന്തോട്ടം ഇവയൊക്കെ ആവാസങ്ങളാണ്. ഇനി നമ്മുടെ സ്കൂളിലെ പൂന്തോട്ടം ഒന്ന് നിരീക്ഷിച്ചിട്ട് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആവാസത്തിൽ, അതൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നില്ലേ എന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ച് നോക്കിയതിന് ശേഷം പറയണം കേട്ടോ. ഇനി ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവികൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, പൂമ്പാറ്റ, ചെടികൾ, വൃക്ഷങ്ങൾ, തുമ്പികൾ, പുൽച്ചാടി എന്നിങ്ങനെയുള്ള ജീവികളെ കാണാനായിട്ട് സാധിക്കും. ഇനി ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? സൂര്യപ്രകാശം, മണ്ണ്, കല്ല്, ജലം, വായു, ജൈവ അവശിഷ്ടങ്ങൾ എന്നിങ്ങനെയുള്ള ഘടകങ്ങളും കാണാൻ പറ്റും. ഇനി ഒരു ചോദ്യം കൂടി ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് യോജിക്കുന്നു. സസ്യങ്ങളാണ് പ്രകൃതിയിലെ ആഹാര നിർമ്മാതാക്കൾ. സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു, ലവണം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. അതായത് ആവാസം എന്നാൽ എന്ത്? ജീവനുള്ളവയും അവയ്ക്ക് ചുറ്റുമുള്ള അജീവ ഘടകങ്ങളും ചേർന്നതാണ് ആവാസം. ഇനി താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്? ആദ്യത്തേത് പുൽമേടുകളാണ്, രണ്ടാമത്തേത് മരുഭൂമി, മൂന്നാമത്തേത് ദ്വീപ്, നാലാമത്തേത് ധ്രുവപ്രദേശം. ഇനി താഴെ നമുക്ക് ഒരു കാക്കയുടെയും ആടിൻ്റെയും ആഹാരക്കാടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് 2 ജീവികളുടെ ആഹാരക്കാടുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിയുടെ ആഹാരക്കാട് തയ്യാറാക്കാം. എക്സാമ്പിളായിട്ട് ജീവി അണ്ണാൻ, ആഹാരം പഴങ്ങൾ, കായ്കൾ, ചെറുജീവികൾ, വിത്തുകൾ, ധാന്യങ്ങൾ. അടുത്തത് ജീവി പൂച്ച, ആഹാരം ചെറുജീവികൾ, ധാന്യങ്ങൾ, മത്സ്യം, മാംസം, എലി. ഇനി ഒരു ആഹാര ശൃംഖലയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവികൾ കൂടിയാലോ കുറഞ്ഞാലോ ആഹാര ശൃംഖലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമോ എന്നതാണ് പറയുന്നത്.
സസ്യങ്ങളോ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്ന ജീവികളോ അല്ലെങ്കിൽ ഇത്തരം ചെറിയ ജീവികളെ ഭക്ഷണമാക്കുന്ന വലിയ ജീവികളോ എണ്ണത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഇവിടെ താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുന്നു? ഉത്തരം, കുറുക്കൻ, മാൻ, കാട്ടുപോത്ത് ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അടുത്ത ചോദ്യം, മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? മാൻ ഒരു സസ്യാഹാരിയാണ്. മാനുകൾ എണ്ണത്തിൽ കൂടിയാൽ അവ ധാരാളം സസ്യങ്ങൾ തിന്നു തീർക്കുകയും സസ്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഒടുവിൽ മാനുകൾക്ക് ഭക്ഷണമില്ലാതെ അവയുടെ നാശത്തിനും ഇടയാകും. ഒരു ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നാശം ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാം. അടുത്തത്, എന്തുകൊണ്ട് കടുവ സംരക്ഷണം, അതായത് കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ ഉയർന്ന കണ്ണിയിൽപ്പെട്ട ജീവിയാണ് കടുവ. കടുവകളുടെ നാശം അവയുടെ ആഹാരമായ മാൻ, മുയൽ, കുറുക്കൻ, കാട്ടുപോത്ത് ഇവയുടെ എണ്ണം വർദ്ധിക്കാനിടയാക്കും. കടുവകളുടെ ആഹാരമായ സസ്യബുക്കുകൾ വർദ്ധിച്ചാൽ സസ്യനാശത്തിനിടയായി ഒടുവിൽ സസ്യബുക്കുകളുടെ നാശത്തിനും ഇടയാകും. അടുത്തത്, അധിനിവേശക്കാർ എന്നൊരു ഭാഗമാണ്. ആരാണ് അധിനിവേശക്കാർ എന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ഇവയെ അധിനിവേശ മത്സ്യങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നാട്ടിലെ കുളങ്ങളിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കാം എന്നൊരു ചോദ്യമുണ്ട്. എന്ത് പറയാം? ജലാശയത്തിലെ നാടൻ മത്സ്യങ്ങളാണ് ആഫ്രിക്കൻ മുഷിയുടെ ആഹാരം. നാടൻ കുളങ്ങളിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ നാടൻ മത്സ്യങ്ങളുടെ വംശനാശത്തിന് തന്നെ ഇടയാകും. അധിനിവേശക്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇത്തരം ജീവികൾ എവിടെയാണോ, ഏത് ആവാസത്തിലേക്കാണോ വന്നു ചേരുന്നത് അവിടെ തനതായി ജീവിക്കുന്ന മറ്റ് ജീവികളെയൊക്കെ അവർ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് അവരെ അധിനിവേശക്കാർ എന്ന് പറയുന്നത്. ഇനി അധിനിവേശ ജന്തുക്കൾ മാത്രമല്ല, സസ്യങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ്? ആഫ്രിക്കൻ പായൽ, കുളവാഴ, ആനത്തൊട്ടാവാടി, കമ്മ്യൂണിസ്റ്റ് പച്ച ഇവയൊക്കെ അധിനിവേശ സസ്യങ്ങളാണ്. ഇനി മറ്റ് അധിനിവേശ ജന്തുക്കൾ ഏതൊക്കെയാണ്? മെക്സിക്കൻ ആമ, ആഫ്രിക്കൻ ഒച്ച് ഇവയൊക്കെ നമ്മൾ അധിനിവേശ ജന്തുക്കളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് ഒരു വലിയ ആഹാര ശൃംഖല ജാലമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ആഹാര ശൃംഖലകൾ കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സസ്യം, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ എന്നിങ്ങനെ. ഇനി നമുക്ക് ഇനിയും ഇതുപോലുള്ള ആഹാര ശൃംഖലകൾ കണ്ടുപിടിക്കാൻ പറ്റും. സസ്യം, പുൽച്ചാടി, തവള, പാമ്പ്. അടുത്തത് സസ്യം, അണ്ണാൻ, കടുവ, കഴുകൻ. ഇനിയും നമുക്ക് ഒത്തിരി എഴുതാമല്ലേ? അപ്പോൾ ഇതുപോലെ ഇനിയും ആഹാര ശൃംഖലകൾ കണ്ടെത്തണം. ആഹാര ശൃംഖല എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഇതിലൊരു ചോദ്യം തന്നിട്ടുള്ളത് നോക്കി. എല്ലാ ആഹാര ശൃംഖലയും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? ഏതാണ്? എളുപ്പമാണല്ലേ, സസ്യങ്ങളിൽ നിന്ന്. അടുത്ത ചോദ്യം എന്താ? സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കിയേ. സസ്യങ്ങൾ ഉൽപാദകരാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ സസ്യങ്ങൾ ആഹാരം സ്വന്തമായി നിർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ആഹാരം നിർമ്മിക്കുന്നത്? അത് നമുക്കറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? എന്തൊക്കെ വസ്തുക്കളാണ് അവർ ആഹാരം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പം നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ലവണങ്ങൾ, ഹരിതകം എന്നിവ ഉപയോഗിച്ചാണ് അവർ ആഹാരം നിർമ്മിക്കുന്നത്. ഇങ്ങനെ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. അപ്പം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? വേര് വലിച്ചെടുക്കുന്ന ജലം, ലവണങ്ങൾ എന്നിവയും അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം എന്നിവയും ഉപയോഗിച്ച് സസ്യങ്ങളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായത്തോടെ ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും ഭാഗം എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ബൈ ഹാർട്ട് പഠിക്കുന്ന ശീലം ഉപേക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്